ഷോർട്ട് കട്ടിലൂടെ നേടിയതൊക്കെയും അത് എത്ര ഉയരത്തിലാണെങ്കിലും അത് ഒരിക്കൽ തകർന്നു വീഴും. അതിന്റെ അടിത്തറ ദുർബലമായിരിക്കും. സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ഒന്നും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ കാറ്റ് മതി അതിനെ മൊത്തം തകർന്ന് തരിപ്പണമാക്കാം. അന്നേരം അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ സമ്പത്ത് മാത്രമല്ല, അതുവരെ അവർ നേടിയെടുത്ത അവരുടെ ആത്മാഭിമാനം കൂടിയാണ്. സത്യസന്ധമായി നേടിയത് മാത്രമേ ജീവിതത്തിൽ എന്നും നിലനിൽക്കുകയുള്ളൂ. അത് പേരായാലും പ്രശസ്തിയായാലും സമ്പത്തായാലും സ്ഥാനമാനങ്ങളായാലും അവയിലൂടെ മാത്രമേ നമുക്ക് ശാന്തതയും സമാധാനവും കിട്ടുകയുള്ളൂ. അന്യായമായി നേടുന്നവർക്ക് അഹങ്കാരം കൂടും. പുറമേക്ക് അവർ കോൺഫിഡന്റ് ആണ് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ അവർ അഭിനയിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ അതുണ്ടാവില്ല. എപ്പോഴും അവർക്ക് ഭയമായിരിക്കും. മറ്റുള്ളവരെയെല്ലാം അവർ സംശയത്തോടെ മാത്രമേ കാണുകയുള്ളൂ. കാരണം എല്ലാവരും തന്നെ പോലെ തന്നെ മറ്റുള്ളവരെ ചതിച്ചും കുതികാൽ വെട്ടിയുമായിരിക്കും ഇത്രയും സമ്പാദിച്ചതെന്നായിരിക്കും അയാളുടെ ധാരണ. തന്നെയും അതുപോലെ ചതിക്കുമെന്ന് അയാൾ ഭയപ്പെടുന്നു. ഭൂമിയിലുള്ള സകലതും ഇത്തരം ആളുകൾക്ക് അത് മനുഷ്യനായാൽ പോലും ഒരു ഉപയോഗവസ്തു മാത്രമായിരിക്കും. അതിൽ നിന്നെല്ലാം എങ്ങനെ ലാഭമുണ്ടാക്കാം എന്ന ചിന്ത മാത്രമേ അക്കൂട്ടർക്കുണ്ടാവുകയുള്ളൂ. സ്നേഹം, ദയ, കരുണ, വാത്സല്യം, മാന്യത ഇവയൊന്നും അത്തരക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇനി ഇങ്ങനെയൊക്കെ സമ്പാദിച്ചാലും ഉള്ളിൽ നിന്ന് അവസാനം ഒരു ചോദ്യമുണ്ടായിരിക്കും. ഇതെല്ലാം നേടിയിട്ട് നിനക്ക് എന്ത് കിട്ടി? എന്തെങ്കിലും സംതൃപ്തിയോ സന്തോഷമോ മനസ്സമാധാനമോ നിനക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? കാലമേറെ കഴിയുമ്പോൾ മറ്റുള്ളവരെല്ലാം അയാളിൽ നിന്നും അകന്നു പോകുമ്പോൾ, അയാൾക്ക് വെട്ടിപ്പിടിക്കാനുള്ള ആരോഗ്യം ഇല്ലാതാവുമ്പോൾ ആ ചോദ്യം അയാളെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം അതിനെ തൃപ്തിപ്പെടുത്തുവാനുള്ള മറുപടി അയാളിൽ ഉണ്ടാവില്ല. അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചീത്ത മാർഗത്തിലൂടെ ഒന്നും സമ്പാദിക്കാതിരിക്കുക. അത് നമ്മുടെ മനസ്സമാധാനം കളയും. ജീവിതം എന്നത് ഇത്തിരിയേ ഉള്ളൂ. അത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക.